ഞാനൊരു കഥ പറയാനേ. കഥേൻ്റെ അതായത് ഉള്ളടക്കമൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ചെറുപ്പത്തിൽ എൻ്റെ അച്ഛനും അച്ഛൻ്റെ അനിയനും ഒക്കെ പറഞ്ഞു തന്ന കഥയാണ്. അപ്പോൾ എന്താ വെച്ചാൽ, ഒരിടത്ത് ഒരു ചെറിയൊരു വീട്. അവിടെ ഒരു അച്ഛനും അമ്മയും ഒരു മോനും ഉണ്ട്. ഒരു ചെറിയൊരു കുഞ്ഞ്. അങ്ങനെ ഇങ്ങനെ ജീവിക്കുന്ന സമയത്ത് അവിടെയുള്ള കുഞ്ഞിൻ്റെ അച്ഛൻ മരിച്ചുപോയി. അങ്ങനെ അച്ഛൻ മരിച്ചപ്പോൾ ആ കുഞ്ഞിനും അമ്മയ്ക്കും കൂടി അവിടെ പിന്നെ ജീവിക്കാനുള്ള ഒരു മാർഗ്ഗവും ഇല്ല. പിന്നെ ഒറ്റയ്ക്ക് ജീവിക്കാനും ആയില്ല. അങ്ങനെ ആ കുഞ്ഞിനെ എടുത്തിട്ട് ഈ അമ്മ ഇങ്ങനെ പോന്ന് കുറേ നടന്ന് കുഞ്ഞിനിങ്ങനെ വിശന്നിട്ട് കരയുകയും ഒക്കെ ചെയ്ത് അങ്ങനെ ഒരു മലേൻ്റെ ചരിവിലെത്തിയപ്പോൾ വിളക്കിൻ്റെ സമയമായി. അന്നപ്പോൾ ഒരു വീടിന്ന് ഒരു കൊച്ചു വിളക്ക് ഇങ്ങനെ കത്തുന്നുണ്ട്. അങ്ങനെ അത് നോക്കി നടന്ന് അവിടെ എത്തി. അവിടുത്തെ മുറ്റത്ത് ചെന്നപ്പോൾ ആളെ ഒരു സ്വാമി എവിടേക്കോ പോയി വന്നിട്ട് എന്തോ ഭക്ഷണമൊക്കെ ഉണ്ടാക്കേണ്ട ഒരു ഇതിൽ ഇങ്ങനെ ചെയ്യുക. അന്നേരം മുറ്റത്ത് വന്ന് നിന്നിട്ട് സ്വാമി ചോദിച്ച്, എന്താ വന്ന്? ആദ്യമൊന്നും ചോദിച്ചാലൊന്നും മിണ്ടിയില്ല. പിന്നെയും ഇങ്ങനെ ചോദിച്ചാലും പറഞ്ഞ്, ഞങ്ങൾക്ക് ആരും ഇല്ല, അങ്ങനെ ഇവൻ്റെ അച്ഛൻ മരിച്ചുപോയി, ഞാൻ കുഞ്ഞിനെ എടുത്ത് പോകുന്നതാന്ന്, എവിടേക്കും പോകാനൊന്നുമില്ല. അന്നേരം പറഞ്ഞ്, ഞാനും ഇവിടെ ഒറ്റയ്ക്കാണ് മക്കളെ, നമ്മളെന്താക്കും, ഞാനിപ്പോൾ എന്നെ ഇവിടെ കയറ്റിയിട്ട് എന്നെ നോക്കാനൊന്നുള്ളൊരു എനിക്കിപ്പോൾ ഇല്ല, കുറേ പ്രായമായി, എന്തായാലും വേണ്ടിയില്ല, എന്ന് ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങനെ അവിടെ നിന്നോട്ടെ വിചാരിച്ച് അങ്ങനെ അവിടെ കയറി. അപ്പോൾ ഈ സ്വാമികൾ എന്തോ കഞ്ഞിയോ അതിനുള്ള എന്തൊക്കെയോ ഒരുക്കുക. നേരെ കുഞ്ഞിനെ അവിടെ വെച്ചിട്ട് ഈ അമ്മ അതിനൊക്കെ സഹായിച്ചു കൊടുത്തു സ്വാമിക്ക്. അങ്ങനെ സഹായിച്ചു കൊടുത്ത് അതൊക്കെ ഉണ്ടാക്കി തിന്ന്. അപ്പോൾ ഇവർക്ക് കിടക്കാനൊന്നും വലിയൊരു ഇതൊന്നുമില്ല. ഒരു കുടിൽ പോലത്തെ ഒരു സാധനമാണ്, പുല്ലുകൊണ്ടൊക്കെ മേഞ്ഞ്. അതിൻ്റെ അകത്തൊരു പുല്ല് മേഞ്ഞ ഒരു സാധനമുണ്ട്. അതിൻ്റെ ആ തീറ്റകളെ കിടത്തി അയാൾ കോലായി കിടന്ന് അങ്ങനെ നേരം പൊലച്ചയ്ക്ക് തന്നെ ഈ പെണ്ണുങ്ങൾ എണീച്ച് പിന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയുള്ള സാധനം കൊണ്ട് അങ്ങനെ സ്വാമി വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച്. അപ്പം പിന്നെ സ്വാമി വിചാരിച്ച്, ഈ കുഞ്ഞിനെ ഇവളെയും കൂടി എങ്ങോട്ടാണ് വിടുക, ഞാൻ എങ്ങനെയാണ് ഒറ്റയ്ക്ക് പറഞ്ഞയക്കുക? അങ്ങനെ സ്വാമി പറഞ്ഞു, എന്നാൽ ഇവിടെ നിൽക്ക്, ഞാനൊന്ന് പുറത്തൊക്കെ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ പുറത്തൊക്കെ പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ പോയി. അങ്ങനെ കുറച്ച് കഴിഞ്ഞാലോ എന്തൊക്കെയോ സാധനമൊക്കെ ആയിട്ട് വന്ന് അങ്ങനെ അവിടെ ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ ഈ കുഞ്ഞിനൊരു 5 വയസ്സൊക്കെ കഴിഞ്ഞ്. അങ്ങനെ ഇതിനെന്തേലും പഠിപ്പിക്കണ്ടേ? അങ്ങനെ ഇവനെ പഠിപ്പിക്കാൻ തുടങ്ങി. വിദ്യാഭ്യാസം പഠിപ്പിച്ച് എല്ലാ വിദ്യകളും പഠിപ്പിച്ച് ഒരു കുറേ കാലം കൊണ്ട് ഒരു 10-16 വയസ്സാകുമ്പോഴത്തേക്ക് ഇവനെല്ലാ വിദ്യയും പഠിപ്പിച്ച്. അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ ഇവൻ്റെ അമ്മയും മരിച്ചുപോയി. അപ്പോഴത്തേക്ക് ഇയാൾക്ക് നല്ലോണം വയസ്സായിക്ക്. അപ്പോൾ അമ്മയും മരിച്ചാൽ പിന്നെ ഇവനോട് പറഞ്ഞു, മോനെ, ഇനി എനിക്ക് എന്നെ പിന്നെ നോക്കി പോറ്റാനുള്ളൊരു ഇതില്ല, എനിക്ക് വയസ്സായില്ലേ, ഇനി എൻ്റെ ഒരു ഇത് നോക്കിയിട്ട് ഇനി പോട്, എവിടെയെങ്കിലും പോയി ജീവിച്ചോ, എനിക്ക് ഞാൻ അതിനുള്ളൊരു മാർഗ്ഗമൊക്കെ തരാം. അങ്ങനെ ഒരു മാറാപ്പൊലാക്കിയിട്ട് ഒരു പിന്നെ ശിവൻ്റെ ഒരു എന്താ വസ്ത്രമൊക്കെ അല്ലേ ശിവൻ്റെതും ഒന്ന് പാർവതീൻ്റെതും, പിന്നെ അതിൽ ചുരിക, വാള്, പരിച, അങ്ങനെയുള്ള എല്ലാ സാധനവും കിട്ടിയിട്ട് ഇവൻ്റെ അടുത്ത് കൊടുത്തു. ഇനി എന്നിട്ട് ഇനി എവിടെയും പോയി ജീവിച്ചോ. പിന്നെ അതിലൊരു പൂശാണി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എവിടെയെങ്കിലും എത്തി എന്തെങ്കിലും ബുദ്ധിമുട്ട് എനിക്ക് കാണുകയാണെങ്കിൽ ഇതെടുത്തൊന്ന് കുലുക്കിയാൽ ഇനി വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവൻ പോയി ഒരു മലേൻ്റെ ഒരു പകുതിക്കറ്റോളം കയറി. അന്നേരം ഇവന് പിന്നെ നടക്കാനൊന്നും ആകുന്നില്ല, അത്രയും നടന്ന് വന്നാലേ. അങ്ങനെ അവിടെ ഒരു ഭാഗത്ത് കിടന്നേരോ ഉണ്ട് ഒരു പണ്ട് പറയാതാണ് വാറോലാന്ന് പറയൂ, ഒരു ഓല അങ്ങനെ എഴുതി തൂക്കിയേക്കും. അന്ന് ആട് വാഴുന്ന തമ്പുരാൻ്റെ പിന്നെ കൃഷികളെല്ലാം നശിപ്പിക്കുകയാണ് ഒരു പുലികൾ വന്നിട്ട്. അപ്പോൾ പുലികൾ വന്നിട്ടൊക്കെ നശിപ്പിക്കുമ്പോൾ പിന്നെ ഇതിനെ ആരും ഇതിനെ കൊല്ലാനും ഒന്നിനും ആരുമില്ല. അന്നേരം ഇങ്ങനെ എഴുതി വെച്ചതാ, ഈ പുലീനെ കൊല്ലുന്ന ആരായാലും
എൻ്റെ നാടും പകുതി കൊടുക്കും, വീട് പകുതി കൊടുക്കും, ഒരൊറ്റ മോളെ എനിക്കുള്ളൂ, മോളെയും കല്യാണം കഴിച്ച് കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതൊക്കെ കണ്ട് രാത്രിയായി. അപ്പം പുലികളുണ്ട് വരുന്നു. പുലികൾ വന്ന് ഇവൻ്റെ അടുത്തൊക്കെ ഒന്ന് വന്ന് നോക്കി. എന്താ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച്. അപ്പോൾ പുലികൾ രണ്ടും കൂടി ഇവനോട് എതിർക്കാൻ വന്ന്. അപ്പോൾ അവൻ പറഞ്ഞ്, ഞാൻ ഒരുത്തനേ ഉള്ളൂ, നിങ്ങൾ ഓരോരുത്തരുമായിട്ട് എൻ്റെ അടുത്ത് വരണം. അങ്ങനെ ആദ്യം പെണ്ണ് പുലി വന്ന് അതിനോട് എതിർത്ത് അതിനെ കൊന്ന്. അങ്ങനെ പിന്നെ രണ്ടാമത് മറ്റേ പുലിയും ചാടിയാണ്, അതിനെയും കൊന്നു. അങ്ങനെ ആടുന്ന് ആ പുലി ആടയിട്ട് അതിൻ്റെ നാവും വാലും ഒക്കെ മുറിച്ചെടുത്ത് അതൊക്കെ ഇവൻ്റെ മറാപ്പിലാക്കി വെച്ച് കെട്ടി അതിൻ്റെ മേലെ തന്നെ ഇവൻ കിടന്ന് കിടന്നുറങ്ങി. അങ്ങനെ പിറ്റേന്ന് നേരം ഓടായികൾ എന്നറിയൂ, ഓരോ പണിയെടുക്കുന്ന പണിക്കാരാണ് ഓടായികൾ എന്നാണ് പറയുക. അന്നേരമുള്ള ഒരു ഭാഷ അങ്ങനെയാണ്. അപ്പോൾ ഇവർ വന്ന്, അമ്മോ പുലി ചത്തുപോയി, ഇവള് പുലീനെയും കൊണ്ട് പോകുക തമ്പുരാൻ്റെ ആട, ഇവൾക്ക് പെണ്ണിനെയും കല്യാണം കഴിച്ചിട്ടു, പിന്നെ സ്വത്തും വീടും ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞ്. അങ്ങനെ ഇവർ തണ്ടിട്ട് വലിച്ച് കൊണ്ടുപോയി തമ്പുരാൻ്റെ മുറ്റത്ത് കൊണ്ടിട്ട് തമ്പുരാനോട് പറഞ്ഞത്, ആ പുലികളെ ഞങ്ങൾ കൊന്ന്, നിങ്ങൾ പിന്നെ പറമ്പും തരണോ, വീടും തരണോ, പിന്നെ മുളയൊക്കെ തരണോ. അങ്ങനെ പറഞ്ഞ് അന്നേരം ഇയാൾ വിചാരിക്കുക, എൻ്റെ മോള് പറമ്പും ഇതൊന്നും പോകുന്നതല്ല, ഈ ഓടായിയൊക്കെ എൻ്റെ മോളെ കൊടുക്കണ്ടേ, വല്ലാതെ കഷ്ടമായി പോയി എന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കുമ്പോൾ മാളിയൻ്റെ മോളാണ്. അവിടെ ഇവിടെ നോക്കി കാണുക, താഴോട്ട് നോക്കിയിട്ട് പുലീൻ്റെ നാവില്ല വാലില്ല. അപ്പോൾ ഇവളിറങ്ങി വന്നിട്ട് അച്ഛനോട് ചോദിച്ചു, അല്ല അച്ഛാ, പുലി ചത്താ നാവും വാലും ഒന്നും ഉണ്ടാകുകയല്ലേ? അന്നേരമാണ് അച്ഛൻ ഇത് കാണുന്നത്. അന്നേരം ഇവരോട് പറഞ്ഞു, ഇതിൻ്റെ നാവും വാലും ഒക്കെ ഇടയെന്ന് ചോദിച്ചു. അന്നേരമാണ് ഇത് മറ്റോലും ഇത് കാണുന്നത്. അങ്ങനെ ഇവരോട് പറഞ്ഞു, ഇത് ഞങ്ങളൊന്നും അല്ല കൊന്നത്, നിങ്ങൾ ഇതിനെ കൊണ്ടുപോയിക്കോളി. അങ്ങനെ ഓല് പിടിച്ച് വലിച്ച് കൊണ്ടുപോയി എവിടെയോ കൊണ്ടിട്ട് എന്തോ ആക്കി. അങ്ങനെ തമ്പുരാൻ ഒരു 3-4 ഒരാളെ വിളിച്ചിട്ട് കാട്ടിലൊക്കെ ഒന്ന് അന്വേഷിക്കാൻ പറഞ്ഞ്, ആരാ ഉള്ളത്, നിങ്ങൾ പോയി കൂട്ടി കൊണ്ടുവരി, ആരായാലും കാട്ടിലെവിടെയോ ഉണ്ടാവും, ദൂരത്തോട്ട് പോകാനൊന്നും ആയില്ല. അങ്ങനെ 4 പോയി ചെന്ന് തിരച്ച് ഇപ്പോൾ നോക്കുമ്പോൾ ഒരുത്തനുണ്ട് ഇങ്ങനെ ഒരു മാറാപ്പിൻ്റെ മുകളിലേക്ക് തലയും വെച്ച് കിടന്നുറങ്ങുന്നു. അങ്ങനെ ഇവനെ വിളിച്ച്, എന്താണെന്ന് ചോദിച്ചു. നിങ്ങളോട് തമ്പുരാൻ ചെല്ലാൻ പറഞ്ഞതാണ്. എന്തിനാന്ന് ചോദിച്ചു. അത് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു. നേരം പിന്നെ ഞാൻ തമ്പുരാനൊന്നും കൊടുക്കാനില്ല, തമ്പുരാൻ എനിക്കും ഒന്നും തരാനില്ല, അതുകൊണ്ട് നിങ്ങൾ പോയിക്കോളിന്ന് പറഞ്ഞു. അയ്യേ അത് പറ്റിയല്ല, തമ്പുരാൻ ഞങ്ങളെ അങ്ങോട്ട് ചെല്ലുമ്പോൾ പിന്നെ കൂട്ടം കൂടുക, അതുകൊണ്ട് നിങ്ങൾ എന്തായാലും വരണമെന്ന് പറഞ്ഞു. അച്ചങ്ങായി പോയില്ല. അങ്ങനെ കുറേ ആൾക്കാരൊക്കെ അങ്ങനെ പറഞ്ഞയച്ച് ആരെ കൂടെയും പോയില്ല. പിന്നെ രണ്ടാമത് തമ്പുരാനും ആൾക്കാരും എല്ലാം കൂടി ഇവനെ കൂട്ടി വീട്ടിൽ വന്ന്. അപ്പോൾ വീട്ടിൽ വന്ന് ഇവൻ മാറാപ്പൊക്കെ ഇറച്ചിയിൽ വെച്ച്, കൊലായിലേക്കൊന്നും കയറിയില്ല. ആ മാറാപ്പൊക്കെ വീട്ടിൽ ഇറച്ചിയിൽ വെച്ച്, ഇറച്ചി എന്ന് പറയും, ഇന്നും ഇറച്ചിയൊക്കെ ഉണ്ട്. അങ്ങനെ ആടൊക്കെ കുത്തിരിന് അതിൻ്റെ മുകളിലേക്ക് ചാരി കുത്തിരിന്. അങ്ങനെ ഇവന് ഭക്ഷണമൊക്കെ കൊടുത്ത്, പിന്നെ വെള്ളമൊക്കെ കൈ കഴുകാനൊക്കെ വെള്ളമൊക്കെ കൊടുത്ത്, എന്തോ ഒരു മുഷിഞ്ഞ വേഷമൊക്കെ അവന്. അങ്ങനെ ആടെ കുത്തിരിന് ആടുന്ന് തന്നെ കൈ കഴുകി ആടെ തന്നെ കിടക്കുകയും ചെയ്ത്. അങ്ങനെ രാത്രിയും ആടെ കിടന്ന്. ഇവനോട് അകത്തൊന്നും കയറാൻ പറഞ്ഞിട്ട് ഇവനകത്തൊന്നും കയറിയില്ല. അങ്ങനെ എന്ത് ചെയ്ത്, പിന്നെ തമ്പുരാന് വല്ലാത്ത സങ്കടമായി. ഇതിലും നല്ല ഈ ഓടായിയൊക്കെ കൊടുക്കുക അതിൻ്റെ മോളാന്നൊക്കെ ഇങ്ങനെ വിചാരിച്ച് നിൽക്കുക. അങ്ങനെ കുറേ തമ്പുരാന്മാരും രാജാക്കന്മാരും ഒക്കെ വന്നിട്ട് പറഞ്ഞ്, പിന്നെ തമ്പുരാനോട് പറഞ്ഞ്, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളെ അടുത്ത പറമ്പിൽ കുറച്ച് ദൂരത്തോട്ട് ഒരു വീടുണ്ടായിക്കോളി, എന്നിട്ട് ആടെ വരെ താമസിക്കട്ടെ, എന്നാൽ പിന്നെ ആടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും. അങ്ങനെ തീരുമാനിച്ച് അങ്ങനെ ഒരു വീടുമൊക്കെ ഉണ്ടാക്കി, പിന്നെ ആടേക്ക് താമസം മാറ്റി. അങ്ങനെ പിന്നെ ആടെ കൂടി ഇവൻ ഇത് തന്നെ ആടത്തെ ഇറച്ചി കുത്തിരിക്കും, ഓളെന്താ ഉണ്ടാക്കി കൊണ്ട് കൊടുക്കും, അത് തിന്നും, ആടെ കിടക്കും. അങ്ങനെ അങ്ങനെയായി. പിന്നെ ഒരു ഇതുമില്ല. അങ്ങനെ എല്ലാവരോടും പറഞ്ഞ്, ഈ അച്ഛനോട് പറഞ്ഞ്, നിങ്ങളൊരു കൃഷ്ണാട്ടം കളി നിശ്ചയിച്ചോളി. ഒരു കൃഷ്ണാട്ടം കളി നിശ്ചയിച്ചാൽ ചിലപ്പോൾ വന്ന് കണ്ടുകൂടായികയൊന്നുമില്ല, നല്ല വേഷത്തിലൊക്കെ ഉണ്ടാവും, ഒരാളാണ്, ഒരു വിദ്യാഭ്യാസവും ഒക്കെ ഉള്ളൊരു ആളാണ്, അതുകൊണ്ട് എന്താണെന്നൊന്നും അറിയില്ലല്ലോ. അങ്ങനെ പറഞ്ഞ് അങ്ങനെ ആ കൃഷ്ണാട്ടം കളി നിശ്ചയിച്ച് അവിടുന്ന് പിന്നെ ഇവനോട് വന്ന് പറഞ്ഞ്, ഇങ്ങനെ കൃഷ്ണാട്ടം കളിയുണ്ട്, വരണോ, എന്തായാലും വരാണ്ടിരിക്കരുത്. അങ്ങനെ മോളെയൊക്കെ വന്ന് ക്ഷണിച്ച് അങ്ങനെ
അന്ന് കൃഷ്ണാട്ടം കളി കാണാൻ വേണ്ടി അമ്മോള് ഇവനോട് പറഞ്ഞ് കുളിച്ച് നമ്മൾ പോവുക, കൃഷ്ണാട്ടം കളിയല്ലേ നമുക്ക് കാണാൻ പോകാം എന്നൊക്കെ പറഞ്ഞ്. ഞാനില്ല ഇങ്ങി പോടുമെന്ന് പറഞ്ഞു. ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഓള് പോയി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവനെന്ത് ചെയ്ത്, ഇവനാൾ എണീച്ചിട്ട് പിന്നെ അകത്ത് കയറിപ്പോയി കുറച്ച് എണ്ണയൊക്കെ എടുത്തിട്ട് പിന്നെ കിണറിൻ്റെ അടുത്ത് പോയി കുളിച്ച് നല്ല പിന്നെ വേഷമൊക്കെ അണിഞ്ഞ് ഇയാൾ കൊടുത്ത ഈ വേഷം അണിഞ്ഞ് ഈ ശിവൻ്റെ വേഷം അണിഞ്ഞിട്ട് പിന്നെ ഇവൻ ഈ പൂസാണി എടുത്ത് ദാനിച്ച്. അങ്ങനെ ദാനിച്ചപ്പോൾ ഒരു കുതിര വന്ന്. അങ്ങനെ ഇവൻ കുതിരപ്പുറത്ത് കയറിയിട്ട് കൃഷ്ണാട്ടം കളിയൊക്കെ അതിനോട് ചുറ്റി പറന്ന് കണ്ട്. അങ്ങനെ ഇവനങ്ങ് പോന്ന്. ഓള് വരുന്നതിൻ്റെ മുമ്പ് ആടി എത്തി. ആടെ അങ്ങനെ തന്നെ അമ്മാറാപ്പിൽ ഉള്ളതൊക്കെ എടുത്ത് കൊടുത്ത് മറ്റൊക്കെ വേഷമൊക്കെ അതിൻ്റെ അകത്ത് വെച്ച് അങ്ങനെ ആടെ കിടന്ന്. ഇവിടെ വന്ന് പറഞ്ഞ് നിങ്ങൾ വന്നില്ലാലോ, ഇന്നലെ ശിവൻ പിന്നെ വന്നിനു ഈ കൃഷ്ണാട്ടം കളിയൊക്കെ കാണാൻ, നിങ്ങൾ വന്നില്ലാലോ. അയ്യേ മോശമായി പോയി എന്തായാലും. ശിവൻ വരിക എന്ന് ചോദിച്ചവൻ. അങ്ങനെ പിന്നെ അന്നും പിറ്റേന്നൊക്കെ അങ്ങനെ ഓള് പോയി. അങ്ങനെ ഒരു ദിവസം അവൾക്ക് തോന്നി ഇവൻ്റെ അടുത്ത് എന്തോ ഒരു ഇതുണ്ട്, ഒന്ന് ഞാൻ നോക്കട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് വന്നു നോക്കാം. അങ്ങനെ ഇവള് പിന്നെ ഒരു ഭാഗത്തൂടെ ഇറങ്ങിപ്പോയി വേറൊരു ഭാഗത്തൂടെ കയറി എങ്ങനെയോ വന്ന് ആടെ നിന്ന്. അങ്ങനെ അന്നേരം ഉണ്ട് ഇവൻ കുളിയോ ജപമൊക്കെ കഴിഞ്ഞിട്ട് ഇവൻ്റെ പിന്നെ വേഷമൊക്കെ കിട്ടിയിട്ട് ഈ കുതിരേനെ ധ്യാനിച്ച് കുതിരയുണ്ട് അരിയത്ത് ഇങ്ങനെ കയറാൻ നിൽക്കുക. അന്നേരം അങ്ങനെ ഓടി വന്നിട്ട് ഇവളിവനെ പിടിച്ച് ഞാനും ഉണ്ട് എന്ന് പറഞ്ഞു ഇവള്. അങ്ങനെ കുതിരേൻ്റെ പിന്നെ ഈ പാർവതീൻ്റെ വേഷമൊക്കെ എടുത്തിട്ട് ഇവൾക്ക് കൊടുത്ത്. ഇവള് അതൊക്കെ അണിഞ്ഞ് കുതിരപ്പുറത്ത് കയറി അവിടുന്ന് ഇവർ രണ്ടാളും കൂടി കുതിരപ്പുറത്ത് പോയി കൃഷ്ണാട്ടം കളിയൊക്കെ കണ്ടിട്ട് അവിടുന്ന് മടങ്ങി വന്ന്. അപ്പോൾ അച്ഛന് വേവലാതിയായി. അച്ഛൻ പറഞ്ഞു അയ്യോ ഇതുവരെ മോള് തന്നെ വരികയായിരുന്നു, ഇന്നിപ്പോൾ ഓളും ആരും വന്നില്ലാലോ, എന്തായി? അങ്ങനെ ആളെ പറഞ്ഞയച്ച് മോളെ അടുത്ത് എന്താ അവള് വരാതെന്ന് പോയി നോക്കാൻ പറഞ്ഞ ആളെ പറഞ്ഞയച്ചപ്പം ഓള് പിന്നെ അച്ഛനോട് ഇങ്ങനെ പറയാൻ പറഞ്ഞ് അത് ആദ്യം വന്ന് എൻ്റെ ഭർത്താവാന്ന്, ഇന്നലെ വന്ന് ഞാനും എൻ്റെ ഭർത്താവും കൂടിയാണ്. അപ്പോൾ അച്ഛനോട് പറയണോ പിന്നെ എല്ലാവരെയും അറിയിച്ചിട്ട് പിന്നെ ഇങ്ങനെ വേളി കഴിച്ച് തരാൻ, പിന്നെ ഇങ്ങനെ പന്തലും ആൾക്കാരും ഒക്കെ വിളിച്ച് സദ്യയും ഒക്കെ കൊടുത്ത് കല്യാണം കഴിച്ച് തരാൻ വേണ്ടി അച്ഛനോട് പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ നാടാകയിലൊക്കെ ക്ഷണിച്ച് എല്ലാവരെയും വിളിച്ച് കൂട്ടി എല്ലാവരോടും വരാൻ പറഞ്ഞ് പന്തലൊക്കെ ഇട്ട് അങ്ങനെ പിന്നെ സദ്യയൊക്കെ ഒരുക്കി അങ്ങനെ ഇവരെ വിളിച്ച് വരുത്തി. അങ്ങനെ അവിടുന്ന് ഇവർ പിന്നെ മാലയിട്ട് കൊടുത്ത് ഒരു പിന്നെ സദ്യ എല്ലാം എല്ലാവർക്കും കൊടുത്ത് അങ്ങനെ തമ്പുരാൻ്റെ വീട്ടിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ അവിടെ സുഖമായിട്ട് ജീവിച്ച്.